അങ്ങനെ വിമർശിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ചിന്താശക്തിയുള്ളവരും പൊട്ടന്മാരായി മാറണം. ഞാൻ ചോദിക്കുന്നു, സൗദി പര്യടനം വെട്ടി ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നാം പ്രതീക്ഷിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗിലാണ്. രാജ്യം ഞെട്ടലോടെ കാണുന്ന ഈ ഭീകരാക്രമണത്തിനെതിരെ നയിക്കുന്ന ഒരു പോരാട്ടത്തിന് നേതൃപദവിയിൽ ഇരിക്കേണ്ടയാളാണ് പ്രധാനമന്ത്രി. അദ്ദേഹം ഏത് പാർട്ടി എന്നുള്ളതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എന്റെയും അജിംസിന്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി പാർട്ടിസിപ്പേറ്റ് ദ മീറ്റിംഗ്. ഓൾ പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കണം. ആ പങ്കെടുക്കേണ്ടതിന് പകരം തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നവരുടെ ചേതോവികാരം ഇന്ത്യ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോഴും രാഷ്ട്രീയപരമായി ഔദ്യോഗികമായി അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. നമ്മുടെ മുന്നിലുള്ള അനുഭവം നിങ്ങളൊന്ന് നോക്കിയേ. ബോംബെയിൽ താജിൽ കടന്നു കയറി തീവ്രവാദികൾ ആളുകളെ വെടിവെച്ചപ്പോൾ അവിടെ കൊലപാതകം നടത്തിയപ്പോൾ അന്ന് ഈ മഹാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മഹാൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇന്ന് ചൂടപ്പം പോലെ വിറ്റഴിയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് തീവ്രവാദികൾ എവിടെ നിന്ന് വരുന്നു, അവരെങ്ങനെ ഈ അതിർത്തി കയ്യേറുന്നു, അതിർത്തി സൂക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിലെ, അവർക്ക് എവിടുന്ന് ആയുധം വരുന്നു, അവർക്ക് എവിടുന്ന് പണം വരുന്നു, ഇത് നോക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞു. ആ ആരോപണത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ശിവരാജ് പാട്ടീൽ. തൽസ്ഥാനം രാജിവെക്കേണ്ടായി. മൻമോഹൻ സിംഗ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. മനസ്സിലായില്ലേ? ഇവർക്ക് പണം വരുന്നത് തടയാത്ത, ആയുധം വരുന്നത് തടയാത്ത, തീവ്രവാദികൾ കടന്നു കയറുന്ന അതിർത്തികൾ വഴി നുഴഞ്ഞു കയറുന്നത് തടയാൻ കഴിയാത്ത ഗവൺമെന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞ ആള് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കാണ്. ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തുമ്പോൾ കക്ഷി രാഷ്ട്രീയം മറന്ന്, എല്ലാ വ്യത്യസ്ത ചിന്തകളും മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഗവൺമെന്റിനൊപ്പം നിൽക്കുകയാണ്. ആ ഗവൺമെന്റിനൊപ്പം നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ചെയ്തെന്താ? പ്രധാനമന്ത്രി പോയത് തെരഞ്ഞെടുപ്പ് റാലിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇന്ത്യ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് പ്രതിപക്ഷത്തെ പാർട്ടി, രാഷ്ട്രീയപരമായ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി, ദേശീയ ബോധത്തിന്റെ ഭാഗമായി നിലപാടെടുക്കുമ്പോൾ പ്രധാനമന്ത്രിയും കൂട്ടരും കാണിക്കുന്ന ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുമോ? നമുക്കറിയാമല്ലോ, ഇതേ കാശ്മീരിലായിരുന്നല്ലോ സത്യപാൽ മാലിക് എന്ന് പറയുന്ന ഗവർണർ ഉണ്ടായിരുന്നത്. പുൽവാമ സമരം ഉണ്ടായിരുന്നപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഫോട്ടോഷൂട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുൽവാമയിൽ ഫോട്ടോഷൂട്ട്, പുൽവാമ സംഭവം നടക്കുമ്പോൾ ഫോട്ടോഷൂട്ട് നടത്തിയ പ്രധാനമന്ത്രി അത് നിർത്തിവെച്ചില്ല. ഇപ്പോൾ ഈ ആക്രമണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ കഴിയുന്നില്ല. ആരോടാണ് പ്രതിബദ്ധത ഭരണാധികാരിക്ക്? ചോദിക്കണ്ടേ? ഇന്നെങ്കിലും ചോദിക്കണ്ടേ? ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? അന്തസ്സും അഭിമാനമുള്ള രാജ്യത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ട സന്ദർഭം കഴിഞ്ഞില്ലേ? ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുകയാണിവർ. ഇത് ചോദിക്കാനുള്ള കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ ചോദിക്കുന്നത്? ഇന്നലെ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ചോദിച്ചില്ലല്ലോ, ഇന്നും ചോദിക്കില്ല. ഔദ്യോഗികമായി രാഹുൽ ഗാന്ധി എടുത്ത നിലപാടാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാട്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ മതഭീകരവാദികളെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ആ മതഭീകരവാദികൾ ആരോ അവരെ വേട്ടയാടണം, അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും. പക്ഷേ അതിന്റെ പേരിൽ ആ മതത്തിലും സമുദായത്തിലും പെട്ട മുഴുവൻ പേരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം വന്നാൽ അതിനോട് കണ്ണടച്ച് നോക്കിയിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്.